ഇതേ കലാപ്പാടി മാവ് കേട്ടോ. ഈ വീട്ടുമുറ്റത്ത് ഒരു മാവ് ഇതുപോലൊരു ഡ്രമ്മിൽ അതുപോലെ ഒരു ചട്ടി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കലാപ്പാടി ആയിരിക്കും നല്ലത്. ഏറ്റവും രുചികരമായ മാങ്ങയാണ് കലാപ്പാടി മാങ്ങ. ഈ കലാപ്പാടി മാവ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മാങ്ങയായി, അതേസമയത്ത് ഇപ്പോൾ മാവ് ഇതാ പൂത്തുകൊണ്ടിരിക്കുന്നു. ഒരു വേനലിൽ 2-3 പ്രാവശ്യമായിട്ട് മാങ്ങ പൊതുവെ കാണാറുണ്ട്. ഇത് അധിക സ്ഥലങ്ങളിലും ഇതേ രീതി തന്നെയാണ് മാങ്ങ ഉണ്ടാവുന്നത് കേട്ടോ. നല്ലിനം മാങ്ങയാണ്, നല്ല രുചിയുള്ള മാങ്ങയാണ്. ഇത് ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. അല്ലാഞ്ഞാൽ ഇതിൻ്റെ വേണ്ടത്ര വളർച്ച കിട്ടാതെ പോകും. ഇത് 2 വർഷമായപ്പോഴത്തേക്കും മാങ്ങയായിട്ടുണ്ട്. ഈ മാവ് ഇപ്പോൾ 2 വർഷമായിട്ടുള്ളൂ, 3-ാം വർഷത്തിലേക്ക് കടന്നിട്ടില്ല. ഇതിന് മുകളിൽ മാങ്ങയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെങ്കിൽ 3 അടുത്ത കൊല്ലം മുതൽക്ക് ഒന്നുകൂടി കൂടുതൽ മാങ്ങ ഉണ്ടാവും എന്ന് ഈ മാവിൽ നിന്ന് നമുക്ക് തോന്നും. അതല്ലേ ഇതിൻ്റെ വളർച്ച നല്ല വളർച്ച കിട്ടുന്നുണ്ട്, അതേസമയത്ത് മാങ്ങ ഉണ്ടാണ്. ഇത് കഴിഞ്ഞാലും ഒരു 1-ാമത്തെ വർഷം തന്നെ അത്യാവശ്യം മാങ്ങ എൻ്റെ മുകളിൽ കണ്ടിരുന്നിട്ട് അത് മാങ്ങ മാവ് ബെഡ് ചെയ്തതിൽ നിന്ന് ഉണ്ടായതാവും എന്ന് പറയാം. ഇതല്ല, ഇതിപ്പോൾ 2 വർഷം ആയി നന്നായിട്ട് മാങ്ങ ഉണ്ട്. ഇത്തരം ഒരു മാവിനെ ഒരു വീടിൻ്റെ മുറ്റത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ആ ഒരു മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും. മാങ്ങ പറിച്ചെടുക്കുന്നതിൽ നമ്മളെ കുട്ടികൾ മാങ്ങ പറിച്ചെടുക്കുന്നതിൽ നമ്മൾക്കുള്ളൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുവെക്കാൻ കഴിയും. പിന്നെ ഇത് പൊതുവേ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു മാവ്, ഇപ്പം ഒരു കുട്ടീൻ്റെ ജന്മദിനമൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ടാണ് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ പല പരിപാടികളും ആ രീതിയിലാണെന്ന് നമ്മുടെ സമൂഹം മാറിയിട്ടുള്ളത്. അത്തരം വേദികളിലൊക്കെ ഇതുപോലുള്ളൊരു മാവിൻ്റെ തൈ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ കുട്ടികൾക്ക് പ്രകൃതിയുമായിട്ട് അടുത്ത ഇടപഴകാനും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കാർഷിക താല്പര്യം വർദ്ധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരം ഒരു മാവ് ഒരു വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ പല ഭാഗങ്ങളിലും ഇത്തരം ഡ്രമ്മുകളിൽ മാവ് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ മാവ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 200 ലിറ്റർ വരുന്ന ഒരു ഡ്രമ്മ്, വലിയ ഡ്രമ്മ് എടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ മാവിന് കുറച്ചുകൊണ്ട് വളർന്നു കഴിഞ്ഞാൽ അതിന് കാറ്റ് പിടിക്കാനൊക്കെ സാധ്യത ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു അടിവെയിറ്റ് ഇതിൻ്റെ അടിയിൽ വരണം. അങ്ങനെ വരുന്നൊരു ഡ്രം എടുത്തിട്ട് ആവണം നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഹാഫ് ഡ്രമ്മാണ്. ഹാഫ് ഡ്രമ്മിൽ ചെയ്യുന്നേക്കാൾ ഒന്നും കൂടി ഭംഗിയായിട്ട് ചെയ്യുക ഒരു ഫുൾ ഡ്രമ്മിൽ തന്നെ ചെയ്താൽ കാറ്റ് ചെറിയ കാറ്റൊന്നും അത് പിടിക്കില്ല. കാറ്റ് പിടിച്ചാലും മറിഞ്ഞു പോകില്ല. ഇതൊക്കെ ചെറിയ രീതിയിൽ മറിഞ്ഞു പോകാൻ പോലും സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ ചെയ്യുക. അതിൽ മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി, ആടുവളം തുടങ്ങിയ ജൈവ വളങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവ പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ തന്നെ ഇതിൽ കൂട്ടി ചെയ്യണം. എല്ലാം കൂടി കൂട്ടി മണ്ണും വളവും ചകിരി കമ്പോസ്റ്റും കൂടി കൂട്ടുക. ചകിരി കമ്പോസ്റ്റ് നിർബന്ധമാണ്, കാരണം ജലാംശം വലിഞ്ഞു പോകണമെങ്കിൽ ചകിരി കമ്പോസ്റ്റ് അതിൽ വേണോ, അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കമ്പോസ്റ്റുകൾ അതിൽ വേണോ. ഈ കമ്പോസ്റ്റൊക്കെ കൂട്ടിയിട്ട് 3 കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാവണം ഇത് ചെയ്യേണ്ടത്. ഒരു 3/4 ഭാഗം ആ ഡ്രമ്മിൻ്റെ 3/4 ഭാഗം വരുന്ന രീതിയിൽ അത് നിറച്ച് തന്നെ ചെയ്യുക. അതേസമയം തൈ വളരെ ശ്രദ്ധയോട് കൂടിയാണ് തൈ ഡ്രമ്മിൽ വെക്കേണ്ടത്. നമ്മൾ കവറിനൊക്കെ മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു ഡ്രമ്മിൽ ചെയ്യുമ്പോൾ പൊതുവേ 2 വർഷം കുറച്ച് നേരത്തെ മണ്ണിൽ വെക്കുന്നതിനേക്കാൾ വേഗം കായ്ക്കുന്നത് എപ്പോഴും ഡ്രമ്മിൽ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിധിയെ കാണാൻ കഴിയും. ഇതിലുള്ള മാവുകളൊക്കെ എന്ന് പറഞ്ഞാൽ 2 വർഷമായ മാവ്, ഒരുപാട് മാവ് ഇതിൽ കായ്ച്ചിട്ടുണ്ട്. അവിടെ കോട്ടർകോണൊക്കെ കായ്ച്ചിരിക്കുന്നത് 2 വർഷമായിട്ടുള്ള മാവിന്. പക്ഷേ മണ്ണിലാണെങ്കിൽ 3 വർഷം കഴിയുന്നതായിട്ടാണ് കാണുന്നത്. ഡ്രമ്മിലാകുമ്പോൾ ആ വേര് അടിയിൽ ചുറ്റി പണഞ്ഞ് വരുന്നതോട് കൂടി തന്നെ അതിലേക്ക് കായ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അത് ഡ്രമ്മിൻ്റെ മാത്രം പ്രത്യേകത, ഡ്രമ്മെന്നുള്ളതല്ല, ഇതുപോലെ ഇത്തരം ചട്ടികളിൽ ഡ്രമ്മിലൊക്കെ വെക്കുന്നതിലാണ് ഉണ്ടാകുന്നത്. മണ്ണിൽ വെക്കുമ്പോൾ വേരോട്ടം കിട്ടും, മാവ് ഒന്നുകൂടി വളർച്ച ശക്തിപ്പെടും. അന്നേരം കായ്ക്കാൻ കുറച്ചൊരു സമയം വഴുകും. അത് ഏറ്റവും കൂടുതൽ മണ്ണിൽ വെച്ച് കൃഷി ചെയ്യുന്നത് തന്നെയാണ്. അത് മണ്ണില്ലാത്ത ആളുകൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് മണ്ണൊന്നും ഇല്ലല്ലോ, ഭൂമിയില്ല. അത്തരം ആളുകൾക്ക് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് ചെയ്യാൻ കഴിയുന്ന മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഭൂമി കൂടുതലുള്ള ആളുകൾ എപ്പോഴും ഒരു കാർഷിക താല്പര്യത്തോടു കൂടി തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. വീട്ടുമുറ്റത്തൊരു മാവ് ഒരു അലങ്കാര ചെടി എന്നുള്ള രീതിയിലൊക്കെ തന്നെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. വീട്ടുമുറ്റത്തൊരു അലങ്കാര ചെടി എന്നുള്ള രീതിയിൽ തന്നെ ഇത്തരം ഒരു മാവിനെ സെറ്റ് ചെയ്താൽ നന്നായിരിക്കും. എപ്പോഴും നമുക്ക് കാണാനും അതിൽ നിന്ന് മാങ്ങ കാണാനും മാങ്ങ പറിക്കാനും നമ്മുടെ കുട്ടികൾക്കൊരു മാങ്ങ പറിച്ചെടുക്കാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 100-ൽ കൂടുതൽ മാങ്ങയുള്ള മാവുകളൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രമ്മിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് അത്തരം മാവുകളെ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് കലാപ്പാടിയാണ്. കലാപ്പാടിനെ പരിചയപ്പെടുത്താണ്. കലാപ്പാടി ഞങ്ങളൊരു 25,000-ൽ കൂടുതൽ കലാപ്പാടി മാവ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ കർഷകർ കൊണ്ടുപോയി അതിൽ 99% മണ്ണിൽ തന്നെയാണ് വെച്ചത്. നന്നായിട്ട് മാങ്ങയുണ്ട്, നല്ല മാങ്ങ ഉണ്ടാവുന്നതാണ്. ഇത് ഡ്രമ്മിൽ വെച്ച് എന്നുള്ളതുകൊണ്ടാണ് ഇതിനിങ്ങനെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഡ്രമ്മിലിപ്പം വീട് കൂടുതൽ ഭൂമിയില്ലാത്ത ആളുകൾക്കൊക്കെ ഡ്രമ്മിൽ അതുപോലുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അധികം ആളുകൾക്കും ഭൂമി കുറവാണല്ലോ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ
ഇത്തരം ഒരു മാവിനെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതൊക്കെ കണ്ട് മാങ്ങ കണ്ടില്ലേ, ഇതൊക്കെ വീട്ടുമുറ്റത്ത് ഇരുന്ന് നമ്മൾ ആ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന് കണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. ചെടികളൊക്കെ നോക്കുന്ന പോലെ തന്നെ കാണാൻ കഴിയും. മാങ്ങ പറിച്ചെടുക്കാനും മാങ്ങ കുട്ടികൾക്കിത് സന്തോഷത്തോടു കൂടി മാങ്ങ പഴുത്ത മാങ്ങ പറിച്ചെടുക്കാനൊക്കെ കഴിയുക, അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നൊരു വലിയ സാഹചര്യം ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഇതേ ഈ മാവ് 250 ഞങ്ങൾ വിൽപ്പന ഉള്ള കേട്ടോ, കണ്ടില്ലേ, ഇത് പൂത്ത് നിൽക്കുന്ന മാവ് തന്നെയാണ്. 250 മാവുകളാണ്. ഇത്തരം മാവുകളൊക്കെ ഇതിലുണ്ട് കേട്ടോ, അതൊക്കെ പൂത്ത് നിൽക്കുന്ന മാവുകളാണ്. 250 ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കലാപ്പാടി ഒരു 250 മാവ് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചാലും അടുത്ത കൊല്ലത്തേക്ക് തന്നെ വാങ്ങി ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഡ്രമ്മിലാണ് വെക്കുന്നതെങ്കിൽ, മണ്ണിലാണ് വെക്കണമെങ്കിൽ 3ാമത്തെ വർഷം എന്തായാലും കായ്ക്കുന്ന ഉറപ്പിക്കുക. 250 ഇതൊക്കെ 250 രൂപയ്ക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 250 രൂപൻ്റെ മാവുകളാണ് കാണുന്നത്. ഞാൻ ഓരോ ഇനം മാവും കാണിക്കുക. 500 ഉണ്ട്, 1000 ഉണ്ട്, 1000 ഒക്കെ കായായി നിൽക്കുന്ന മാവുകളുണ്ട് കേട്ടോ. ഈ പൂത്ത മാവിനൊക്കെ 250 രൂപ തന്നെയാണോ? ഈ പൂത്ത് എന്നുള്ളതല്ല, അത് ഞങ്ങൾ ചെറിയ കവർ 10-14 കവറുള്ള എല്ലാ മാവും 250 തന്നെ കൊടുക്കുന്നത്. ഇതൊക്കെ പൂത്ത മാവാണ്. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ അടുത്തോളം മാങ്ങയെന്ന് ഉറപ്പിക്കുക. കൊല്ലം തന്നെ മാങ്ങ ഉണ്ടാവട്ടെ ഇതിൻ്റെ മുകളിൽ. ഇതിപ്പോൾ ഈ പൂവാണ്ട് ഒഴിവാക്കിയാലും മാവ് ഒന്നും കൂടി ശക്തിയിൽ വളരും. ഈ പൂവ് ഒഴിവാക്കിയങ്ങോട്ട് ഇപ്പോൾ നട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ശരിക്കും നമ്മൾ നടേണ്ടത്. ഇത് പൂവ് ഒഴിവാക്കി, ഈ പൂവിനെ ഒഴിവാക്കിയിട്ട് ഈ മാവ് നട്ടാൽ അടുത്ത കൊല്ലത്തേക്ക് ഇത് വലിയൊരു മാവാവും. ഇത് പുതിയ തളിരൊക്കെ വന്ന് നല്ല പെട്ടെന്ന് വളർന്നു വന്ന് അടുത്ത കൊല്ലം ത്തേക്ക് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്നൊരു മാവായി മാറും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ? ഈ മാവ് ഇത് 500 രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ ഏകദേശം എൻ്റെ ഈ ഉയരം വന്നില്ല, എത്ര ഉയരത്തിലുള്ള മാവാണ് 500 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ ഇപ്പം തന്നെ മാവ് ഇതിൻ്റെ ഉള്ളിൽ കുറേ പൂത്തുണ്ട്. കുറേ എണ്ണം ഇവിടുന്ന് പൂത്ത മാവുകൾ ആൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പൂത്ത് കാണിച്ചു തരാം. ഇത്തരം ഒരു മാവിനെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ അടുത്ത കൊല്ലം മാങ്ങ പറിക്കാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പ് തരാൻ കഴിയും. കാരണം ഇത് സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. സൂര്യപ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നന്നായിട്ട് മാങ്ങ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ മാവിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക. അതൊക്കെ കണ്ടില്ലേ, ഒരാൾ വരാണ് ഈ മാവ്. ഇത്ര മാവിന് 500 രൂപയേ ഉള്ളൂ. 500 രൂപൻ്റെ 250-ൻ്റെ 125-ൻ്റെ പല രീതിയിലുള്ള മാവുകളുണ്ട്. അതിൽ 500-ൻ്റെ മാവൊക്കെ കൊണ്ടുവച്ചാൽ എന്താണെങ്കിലും ആ അടുത്ത കൊല്ലം തന്നെ മാങ്ങയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വീട്ടുമുറ്റത്തൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, കൊണ്ടുപോയി വെക്കാൻ ആഗ്രഹിക്കുന്നത് ഡ്രമ്മിലൊക്കെയാണ്. ഭൂമി ഇല്ലാത്ത ആളുകളാണ് അധികം ആളിപ്പോൾ വരുന്നതിൽ അധികം പറയുന്നത് ഭൂമിയില്ല, ഞങ്ങൾക്ക് ഒരു മാവ് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത്ര ആളുകൾ ഡ്രമ്മിലോ അതുപോലുള്ള വലിയ ചട്ടികളിലൊക്കെ വെക്കുക. അതെന്താണെങ്കിലും ഒരു അടുത്ത കൊല്ലത്തേക്ക് തന്നെ ഞങ്ങൾക്ക് മാങ്ങ കിട്ടുന്നത്. അതൊക്കെ അപ്പം പൂത്ത് കണ്ടില്ല, ഇതിൻ്റെ മുകളിൽ പൂവത അവിടെ പൂത്ത് കരിഞ്ഞ് നിൽക്കുന്ന ഇതുപോലുള്ള മാങ്ങകളൊക്കെ അത് ഉള്ളത്. നല്ല നല്ല ഇനം മാവുകൾ കേട്ടോ. ഈ തൈക്ക് എത്ര പ്രായം ഉണ്ടാവും? ഇതിനിപ്പോൾ 1 വർഷം കഴിഞ്ഞത്, 2 വർഷമായി ഈ തൈക്ക്. അടുത്ത കൊല്ലത്ത് നമ്മളിപ്പോൾ മണ്ണിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് മാങ്ങ പറിച്ചെടുക്കുക. മണ്ണിൽ നിന്ന് വളർന്നു വന്ന ഒരു മാവിൻ്റെ മുകളിൽ മാങ്ങ പറിച്ചെടുക്കാൻ കഴിയും. ഇതൊക്കെ മണ്ണിൽ വെക്കുകയാണെങ്കിലും നന്നായിട്ട് വളം ചേർക്കണം. എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ജൈവപൊട്ടാഷ്, ചാണകപ്പൊടി, ആട് വളത്തിൻ്റെ പൊടികൾ അതുപോലുള്ള എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ മണ്ണിൽ നന്നായിട്ട് ജൈവവളം ചേർത്തുകൊണ്ട് വെച്ചാൽ വേഗത്തിൽ അടുത്ത കൊല്ലം തന്നെ ഇതിൻ്റെ മുകളിലൊക്കെ വാങ്ങിയാവുന്ന ഉറപ്പിക്കുക. കാരണം ഇതിപ്പം തന്നെ പൂത്ത് 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഈ കവറിലായതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കുന്നത്. ഇത് മണ്ണിൽ വെച്ചാൽ 3ാം വർഷത്തേക്ക് മാങ്ങയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ ഒരു മരം ഇപ്പം മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ അടുത്ത കൊല്ലം മാങ്ങ ഉണ്ടായിരിക്കും. നന്നായിട്ട് വളമെല്ലാം ചേർത്ത് വെക്കണം കേട്ടോ. 2 വർഷം കഴിഞ്ഞ മാവാട്ടോ. ഇത് കണ്ടില്ലേ, അറിയാം, വലിയ മാവാണ്. ഇതിൻ്റെ പൂവുള്ള മാവുകൾ ഞാൻ കാണിച്ചു തരാം. ഈ 2 വർഷം കഴിഞ്ഞ മാവ് ഇത് 20 കവറിലാണ് ഇത് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഇത് കവർ ഇത്തരം രീതിയിലേക്ക് കവറൊക്കെ നിറച്ച് കൊണ്ടുവന്ന് കൊടുക്കണമെങ്കിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ അപ്പോൾ അതിന് പൈസ കൂടും. ഇത് 1000 രൂപയ്ക്കാണ് ഇത്തരം മാവുകൾ ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. വലിയ മാവുകളാണ് ഇതാ. ഇപ്പം എന്നെക്കാളൊക്കെ ഉയരമുള്ള, ഞാൻ പിന്നെ വലിയൊരു മനുഷ്യനാണ്, എന്നെക്കാളും ഉയരമുള്ള മാവുകളാണ്. കൃത്യമായിട്ട് വളപ്രയോഗം നടത്തി ചെയ്യുകയാണെങ്കിൽ ഇത്തരം മാവുകളൊക്കെ വാങ്ങി വെക്കുന്നത് വളരെ നന്നായിരിക്കും. വീട്ടുമുറ്റത്ത് ഇപ്പം തന്നെ വാങ്ങാൻ പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും കേട്ടോ. ഇതൊക്കെ വലിയ വലിയ മാവുകളാണ്. അതുകൊണ്ടില്ലേ ഈ മാവൊക്കെ കൊണ്ടുവച്ചാൽ നല്ല മാവാണ്. നന്നായിട്ട് കമ്പുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. നല്ല ടോപ്പ് മാവാണ്. ഒരാളെക്കാൾ വരുള്ള മാവ്. ഇത്തരം മാവിലൊക്കെ നമ്മൾ വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കലാപ്പാടി ഏറ്റവും രുചികരമായ മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഒരു പ്രത്യേകത കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അണ്ടി വളരെ ചെറിയ ഒരു ചെത്തണ്ടി ഉണ്ടാവുള്ളൂ.
ഏറ്റവും രുചിയുള്ളൊരു മാങ്ങയാണ് ഇത്. ഇവിടെ ഈ ഫാമിനുള്ളിൽ വരുന്ന എല്ലാ ആളുകളും ചോദിക്കാറുള്ള കലാപ്പാടി ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് വരിക. കലാപ്പാടിനോട് അത്രയും താല്പര്യം ആളുകൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കലാപ്പാടി മാവ് തിരഞ്ഞെടുക്കുന്ന ആളുകളാണുള്ളത്. പിന്നെ ചില ആളുകൾ അതിൻ്റെ കമ്പുണക്കത്തിനെ പറ്റി പറയാറുണ്ട്. കമ്പുണക്കം അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഫൈറ്റ് വരാൻ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. തുരിശും കുമ്മായത്തിൻ്റെ പൗഡർ വാങ്ങി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത്തരം രീതിയിലേക്ക് നമ്മൾ പോകണം കേട്ടോ. ഇതൊക്കെ 1000 രൂപൻ്റെ മാവുകളാണ് കേട്ടോ. 1000 രൂപൻ്റെ കലാപ്പാടി മാവാണ്. ഇതാ മാങ്ങിത കാണണം, നമ്മൾ കണ്ടില്ല മാങ്ങ മാവ് പൂത്ത് നിൽക്കുന്നുണ്ട്. മാങ്ങിത ഇപ്പം മാവ് പൂക്കാണ്. ഈ പൂക്കുന്നൊക്കെ മാങ്ങയിലേക്ക് വരും. ഇപ്പം പൂക്കുന്നൊക്കെ ഏകദേശം മാങ്ങ ആവുന്നുണ്ട്. ഉണ്ണിമാങ്ങ വരും കാണുന്നുണ്ട്. അതിൽ ഈ മാവൊക്കെ ഇതൊക്കെ 1000ൻ്റെ മാവുകളിൽ പെട്ടാണ്. വലിയ മാവാണ്. ചെറിയൊരു മാവ് 1000 രൂപയ്ക്ക് വാങ്ങി വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത കൊല്ലം തന്നെ മാങ്ങ ആവും. നല്ല മാവുകളാണ് കേട്ടോ. ഇത്തരം മാവിനെ ഒരു വീട്ടുമുറ്റത്തേക്ക് എത്തിപ്പെടുക. എനിക്ക് വീണ്ടും പറയാനുള്ളതാണ്, നമ്മൾ ജന്മദിനത്തിനൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന പോലെ പല കളിക്കോപ്പുകളും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിൽ പ്രകൃതിയുമായി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇണങ്ങാൻ കഴിയുന്ന ഇത്തരം ഒരു മാവോ അതുപോലെ ഒരു പ്ലാവ്, വിയറ്റ്നാം പ്ലാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്താൽ അത് കുട്ടികൾക്ക് എന്നും ഓർക്കാൻ കഴിയും. അതിലുപരി ഇത് വാങ്ങിക്കൊടുത്ത ആൾ ഇതിൻ്റെ അച്ഛൻ വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ അമ്മാവൻ വാങ്ങി തന്നതാണ് എന്നൊക്കെ കുട്ടികൾക്ക് പറയാൻ കഴിയും. അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ആണ് മാറാൻ നല്ലത്. ഇപ്പം പല ആളുകളും അങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ. പല ആളുകളും ഇത്തരം മാവുകളൊക്കെ വാങ്ങി പല ആളുകൾക്ക് സംഭാവന കൊടുക്കുന്ന ഒരു പുതിയ പ്രവണത ശക്തിപ്പെട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇപ്പം അത് പല ഭാഗങ്ങളിലും ഒരു അധ്യാപകൻ പെൻഷനാകുന്ന സമയത്ത് ഇവിടെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് മാവിൻ്റെ തൈകൾ വേണം. ഞങ്ങൾ 10 കുട്ടികൾ മാവിൻ്റെ തൈയാണ് അധ്യാപകന് കൊടുക്കുന്നത്. അതൊരു വലിയ സന്ദേശം ഉണ്ടായില്ല. കാരണം എന്താണ്, എന്നും ആ കുട്ടികളെ ഓർക്കും, ഈ അധ്യാപനെ നമ്മൾക്ക് ഓർക്കാനും കഴിയും. കുട്ടികൾക്ക് ഈ തന്ന കുട്ടികളെ അധ്യാപൻ്റെ മനസ്സിലും പറയും. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാടുണ്ട്. അവിടെ വീണ്ടും വീണ്ടും പറയാനുള്ളതാണ്, എന്തെങ്കിലും കളിക്കോപ്പൊക്കെ വാങ്ങിക്കൊടുക്കുന്ന അതുപോലെ അനാവശ്യമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാൻ ഇത്തരം മാവോ പ്ലാവോ അതുപോലുള്ള റംബൂട്ടാനോ അതുപോലുള്ള പഴവർഗ്ഗങ്ങളിലേക്ക് പോയാൽ അതെന്നും ഓർക്കപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടാവും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് കലാപ്പാടിയാണ്. കലാപ്പാടിൻ്റെ മുകളിൽ നിറയെ മാങ്ങ. ഈ സമയത്ത് ഉണ്ടാകുന്നതിലാണ് ഏറ്റവും കൂടുതൽ മാങ്ങ പിടിച്ച് കാണുന്നത്. ഇവിടെ നിറച്ച് മാങ്ങ ഉണ്ണിമാങ്ങ പിടിക്കുന്നത്. ഈ ഉണ്ണിമാങ്ങയൊന്നും ഇനി വല്ലാതെ കൊഴിയാൻ സാധ്യത വളരെ കുറവാണ്, കുറഞ്ഞ എണ്ണയ്ക്കേ പോവുള്ളൂ. അപ്പോൾ ഇതുപോലെ മാങ്ങ ഉണ്ടാവും എന്നുള്ള ഉറപ്പിക്കുക. ഈ ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്താൽ ഒരു ഇത് ഡ്രമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒരിക്കലും ചെറിയ രീതിയിൽ വളം ചെയ്യണം. എന്താ പറയുക, ഡ്രമ്മിലുള്ള വളം വലിച്ചെടുക്കുന്നതിന് മാത്രമേ അതിന് കഴിയുള്ളൂ. മറ്റേ ഭൂമിയിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ആ വേര് എവിടെയൊക്കെ എത്തുമോ അവിടെ നിന്നൊക്കെ വളം വലിച്ചെടുക്കാൻ കഴിയും. ഡ്രമ്മിലോ അതുപോലുള്ള ചട്ടികളൊന്നും ആകുമ്പോൾ അതിന് വേണ്ട അതിൽ നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു 3 മാസം കൂടുമ്പോൾ കുറഞ്ഞ രീതിയിൽ അളവിലുള്ളൊരു വളം അതിന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ ഒരു മാവ് സെറ്റ് ചെയ്ത് ഡ്രമ്മിൽ വെച്ച് നമ്മൾ എപ്പോഴെങ്കിലും ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം പോരാ. കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ അതിന് വളം കൊടുക്കാൻ കഴിയണം. ഇടയ്ക്കൊന്ന് ലേശം കുമ്മായത്തിൻ്റെ പൗഡർ കൊടുക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോയാൽ തന്നെ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലാതെ ഒരു മാവ് വാങ്ങി കൊണ്ടുപോയി വെച്ച് ഡ്രമ്മിൽ വെച്ച് വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെച്ച് അതിന് നനയെ മാത്രം കൊടുത്തുകൊണ്ട് അതിൽ മാങ്ങ ആവില്ല. മാങ്ങയൊക്കെ ഉണ്ടാവണമെങ്കിൽ മാങ്ങ ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ആ മാവിന് ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിന് ഇടവിട്ട് വളം കൊടുത്തുകൊണ്ടിരിക്കുക വേണം കേട്ടോ. ഡെയിലി നനയ്ക്കണോ? ഡ്രമ്മിൽ ഡെയിലി നനയ്ക്കണം. ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ അത് ജലാംശം വലിഞ്ഞു പോകും. എന്നും നനയ്ക്കണം കേട്ടോ. ഡെയിലി നനയ്ക്കണം. ഒറ്റ ദിവസം വിട്ടുപോകാൻ പാടില്ല. ഒരു ദിവസം വിട്ടുപോയാൽ മഴ ഉണ്ടാകുമ്പോൾ മാത്രം നനയ്ക്കാതിരിക്കാന്നല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളിലും മാവിൻ്റെ മുരട്ട് വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ പൂത്താലും ആ പൂത്തുക്കാണെങ്കിൽ എന്താ വേണ്ടത്, നന്നായിട്ട് നന കൊടുക്കണം. പൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നന കൊടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ശരിക്ക് തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. ഈ പൂവിലേക്ക് കൂടുതൽ തേൻ വരുള്ളൂ. ആ ശരിക്കും നനവും ഇതൊക്കെ കിട്ടുമ്പോഴാണ് പരാഗണം നടക്കുകയുള്ളൂ. അങ്ങനെ കിട്ടണമെങ്കിൽ നന്നായിട്ട് ജലാംശം അതിൻ്റെ അടിയിലേക്ക് ആ സമയത്ത് എത്തിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ മാങ്ങ ആയിക്കഴിഞ്ഞാൽ എന്നും നന കൊടുക്കും വേണം. ഇതൊക്കെ നല്ല പൂത്ത മാവുകളാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഉണ്ണിമാങ്ങിയതാ കണ്ടില്ലേ, ഉണ്ണിമാങ്ങയാണ്. ഇത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. അതേ ഒരു കൊലയിൽ അവിടെ മാങ്ങ, അതൊക്കെ മാങ്ങകളാണ്. അപ്പോൾ കലാപ്പാടി കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ മാങ്ങ ഉള്ള ഒരു മാവ് വാങ്ങി കൊണ്ടുപോയി വെച്ചാൽ പിന്നെ മാങ്ങ ഉണ്ടാവില്ല എന്ന സംശയം ആർക്കും ഉണ്ടാവുമല്ലോ. കൃത്യമായിട്ട് മാങ്ങയുള്ള മാവുകൾ തന്നെ വാങ്ങിക്കൊണ്ടു വെക്കാൻ കഴിയും. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഇതൊക്കെ മാങ്ങയായിട്ട് ഉണ്ണിമാങ്ങയൊക്കെ വിട്ട് കഴിഞ്ഞ് ഇതൊന്നും ഇനി കൊഴിഞ്ഞു പോകില്ല. അതായത് നിറയെ പൂത്ത് വരുന്ന പുതിയ പൂക്കൾ ഇതാ വരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ മാവുകൾ തന്നെയാണ് അല്ലേ, ഒരാളെക്കാൾ ഉയരത്തിലുള്ള മാവ്. ഇതാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാവ്. ഇത്തരം മാവുകളായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ കൊണ്ടുപോകാൻ കഴിയും.
പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിലാണ് ഈ മാവുകൾ വിൽപ്പനയ്ക്കുള്ളത്. ആർക്ക് വേണമെങ്കിലും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങളെ ഫോൺ നമ്പറൊക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിച്ചാൽ കൃത്യമായിട്ടും ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ തരും. ഇവിടെ വന്ന് മാവ് വാങ്ങിക്കൊണ്ടുപോകാൻ കഴിയും. ഇത് ഞങ്ങൾ 25,000-ൽ കൂടുതൽ മാവ് ഞങ്ങൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് തീർത്തും പറയാൻ കഴിയും കലാപ്പാടി കൊണ്ടുപോയി വെക്കുക ഏറ്റവും നല്ല ഇനം മാവാണ് എന്ന്. മാവുകൾ അടുത്തൊരു മെയ് മാസം മുതൽ ഈ മഴ തുടങ്ങുന്നതോടുകൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ പല ഭാഗങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ സാധനങ്ങളുള്ള ആളുകൾക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 2,000 രൂപേൻ്റെ സാധനം എടുക്കുന്ന ആളുകൾക്ക് അവരെ ഞങ്ങളെ ഹൈവേൻ്റെ ഒരു സൈഡിൽ കൃത്യമായിട്ട് എത്തിച്ച് അവർക്ക് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മെയ്യിൽ ഞങ്ങളത് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പം തന്നെ ഞങ്ങൾ കൂടുതലും വേണ്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എറണാകുളത്ത് കണ്ണൂരൊക്കെ തന്നെ ഒരുപാട് ആളുകൾക്ക് ലോഡ് എന്നുള്ള രീതിയിൽ തന്നെ ഓരോ വീടുകളിൽ എത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ 2,000-3,000 രൂപയ്ക്കൊക്കെ സാധനം വാങ്ങുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു പരിമിതി ഉണ്ട്. അത് പരിഹരിക്കാനാണ് ഞങ്ങൾ അടുത്ത മെയ്യിൽ തുടങ്ങുകയാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അടുത്ത മെയിൽ ഞങ്ങൾക്ക് നോക്കും. പുതിയ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ പുതുവർഷം തുടങ്ങുന്നതോടുകൂടി തന്നെ മാവ് കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു മാവ് എന്നുള്ളതല്ല, ഈ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ എല്ലാ ഇന പഴവർഗ്ഗങ്ങളുണ്ട്. എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് മാസം മുതൽ ഞങ്ങൾ തുടങ്ങിയിരിക്കും.